കഴിഞ്ഞ ദിവസം എനിക്ക് അവനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതായത് ഇത് ഈ ചെറുക്കൻ സോളോ വൈനർ അദ്വൈതം എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരുത്തൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ച് ഞാൻ പ്രതികരിച്ചപ്പോൾ ഇരുന്ന് മോങ്ങിയിട്ടോ കരഞ്ഞിട്ടോ വിക്ടിം കാർഡ് കളിച്ചിട്ടോ എന്ത് കാര്യം? തന്തെടുക്കലും തള്ളയെടുക്കലും നീ കാണിക്കുന്ന പ്രവൃത്തി ചെയ്തോ, അല്ലാതെ മറ്റുള്ളവൻ്റെക്ക് വരാൻ മറ്റുള്ളവൻ നിന്റെ തന്തയല്ല എന്നാണ് പറയുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. അവനത് ഡിലീറ്റ് ആക്കി ഓടി. ഇത്രയും മെസ്സേജ് അയച്ചിട്ട് ഇവന് മെസ്സേജ് ഡിലീറ്റ് ആക്കി ഓടി. ഐ സോ എ വീഡിയോ ഫ്രം ദാറ്റ് പച്ച വീട്ടിൽ ഗൈ. വീട്ടിലല്ല, വീട്ടിൽ. ഇംഗ്ലീഷ് പോലും അറിയത്തില്ല. അബദ്ധവശാൽ പുള്ളിക്കാരുടെ കയ്യിൽ ഒരു ഫോണും കൂടെ എത്തിപ്പെട്ടു. അതങ്ങ് ഡോക്യുമെന്റ് ചെയ്തോളൂ. അബദ്ധവശാലല്ല, പണിയെടുത്ത് പൈസ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ എന്റെ ഐഫോൺ മേടിച്ചത്. ബാക്കി എല്ലാവരും രാവിലെ എണീറ്റ് തോട്ടിയും കൊണ്ട് കുത്തിയിടുവേ. പണിയെടുത്ത് ഒരു സാധനം മേടിക്കുന്ന ഒരുത്തന്റെ ബുദ്ധിമുട്ടും അതിന്റെ ആ ഒരു പ്രൗഡ് ഫീലിംഗും ഒക്കെ നിനക്കൊന്നും മനസ്സിലാക്കാൻ പറ്റൂല എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഫോണിന്റെ കാര്യം ഞാൻ പറഞ്ഞത് നീ കഷ്ടപ്പെട്ട ഫോൺ മേടിച്ചിട്ടില്ല, നല്ലടാ ഒരു കോമഡി മനസ്സിലാക്കണം. കണ്ടവന്റെ ലൈഫിൽ കയറിയിട്ട് കൊണയടിച്ചിട്ട് അത് കോമഡിയാന്ന് പറയുന്നത് എന്ത് ശുദ്ധ തന്തയിലായ്മയാണോ? ആദ്യമേ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറയാം. ഞാനൊരു സാധാരണ മനുഷ്യൻ മാത്രമാണ്, ഒരു പച്ചയായ മനുഷ്യൻ. അപ്പോൾ എല്ലാ മൈരൊക്കെ ഉള്ള പോലെ തന്നെ എനിക്കുണ്ടൊരു ഡാർക്ക് സൈഡ്, ഒരു ഡേഞ്ചറസ് സൈഡൊക്കെ. പക്ഷെ ഇത്രയും കാലം നിങ്ങൾ എന്നെ എങ്ങനെ കാണണം എന്നുള്ളത് ഞാൻ ഡിസൈൻ ചെയ്ത രീതി മാത്രമാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഇനിയിപ്പം നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് എൻ്റെ ഒരു ഫീൽ അറിയേണ്ടത്, ആ ഒരു സാധനമാണ് ഞാൻ ഇനിയിപ്പോൾ എൻ്റെ ഗ്രീൻ ഹൗസ് റിയാക്ഷൻസ് ആൻഡ് റിവ്യൂസ് എന്ന പേജിൽ ഇടാൻ പോണത്. ഇപ്പം നിങ്ങൾ ഈ ഒരു കുഞ്ഞു പോർഷൻ കാണുന്ന അഥവാ ഗ്രീൻ ഹൗസ് ക്ലീനിങ് സർവീസ് എന്ന എൻ്റെ മെയിൻ പേജിലൂടെ ആണെന്നുണ്ടെങ്കിൽ ഇത് റിയാക്ഷൻസ് ആൻഡ് റിവ്യൂസ് എന്ന പേജിൽ കയറിയിട്ട് ഫുള്ള് കാണണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാരണം ഇത്രയും കാലം ഗ്രീൻ ഹൗസിൻ്റെയോ അല്ലെങ്കിൽ രോഹിത്തിൻ്റെയോ അടുക്കലുള്ള നിങ്ങളുടെ ആ ഒരു സ്നേഹം കൊണ്ടാണ് നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തെങ്കിൽ ആ ഒരു സ്നേഹം കൊണ്ടോ അല്ലെ ആ ഒരു വാത്സല്യം കൊണ്ടോ റിയാക്ഷൻസ് ആൻഡ് റിവ്യൂസിൽ കയറിയിട്ട് ഈ ഒരു വീഡിയോ കാണാൻ ഞാൻ പറയണില്ല. കാരണം ഇത് സിംപ്ലി എനിക്ക് പറ്റണില്ല. എനിക്ക് മൊത്തത്തിൽ മടുത്ത് എന്നോടുള്ള ഈ ഒരു അറ്റാക്കും ഈ ഒരു ബുള്ളിങ്ങും ഒക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നും മാന്യമായ രീതിയിൽ മാത്രം ഡിഫെൻഡ് ചെയ്തു ഒരു ഡിഫെൻസീവ് ഷീൽഡ് തീർത്തുമൊക്കെ ഉള്ള കളി ഞാൻ നിർത്തുവാണ്. വേറെ ഒന്നുമല്ല, പ്രതികരിക്കാനുള്ളത് യുവന്മാർ പറയുന്ന അതേ കൊണയുടെ രീതിയിൽ തന്നെ തിരിച്ച് കൊണയടിക്കാനായിട്ട് പോവുകയാണ് എന്നുള്ളൊരു കാര്യം ഞാൻ അഡ്മിറ്റ് ചെയ്യുവാണ്, അല്ലെങ്കിൽ ഇവിടെ സ്റ്റേറ്റ് ചെയ്യുവാണ്. എൻ്റെ അമ്മച്ചിക്ക് വേണ്ടിയിട്ട് വീട്ടിൽ കയറി ഉപദ്രവിക്കാൻ വന്ന വല്യച്ഛനെയും ടീമിനെയൊക്കെ ഡിഫെൻഡ് ചെയ്ത് നിന്നവനാണ് ഞാൻ. അതുപോലെ രശ്മിക്ക് വേണ്ടിയിട്ട്, അതായത് അന്ന് എൻ്റെ ഗേൾഫ്രണ്ട് ആയിരുന്നു ഇവള്. അന്ന് ഇവളെ കൂട്ടുകാരുടെ വീട്ടിൽ ചെന്ന് കമൻ്റ് അടിച്ചതിൻ്റെ പേരിൽ ഒരുത്തനെ അവൻ്റെ ഏരിയയിൽ കയറി ഇടിച്ചിട്ടുണ്ട്. അതുപോലെ ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഇവളൊക്കെ അനാവശ്യം പെരുമാറാൻ വന്നവനെ അവിടെ ചെന്ന് ഇടിച്ച് നേരെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട് തൂക്കിയെടുത്ത്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത ഒരാൾ ഇനിയും ഭയങ്കരമായിട്ട് മാന്യത കളിക്കും, ഇനിയും നിങ്ങളൊക്കെ കാണിക്കുന്ന എല്ലാ തന്തയിലേമയും സഹിച്ച് ഇവിടെ ഒതുങ്ങി കൂടുക എന്നുള്ള രീതിയിൽ ഒരുത്തനും വ്യാമോഹിക്കേണ്ട. ഇനിയുള്ള പണി പ്രോപ്പറായിട്ട് രോഹിത്ത് വെറും ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ, പച്ചയായ ഒരു മനുഷ്യൻ എന്ന നിലയിലായിരിക്കും ഞാൻ തരാൻ പോണ മറുപടികളും കാര്യങ്ങളും എല്ലാം തന്നെ. എന്നെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഒരു ഇൻഫ്ലുവൻസർ ആണ്, പബ്ലിക് ഫിഗർ ആണെന്നൊന്നുമല്ല. ഞാൻ ഒരു സാധാരണ കൂലിപ്പണിക്കാരനാണ്. അതുപോലെ എനിക്കൊരു ഫാമിലി ഉണ്ട്, അതായത് അമ്മയുണ്ട്, ഭാര്യയുണ്ട്, അനിയത്തിയുണ്ട്, വീട്ടിലൊരു പട്ടിക്കുട്ടിയുണ്ട്. അപ്പം മാത്രമല്ല കുറച്ച് കൂട്ടുകാരും, ഗ്രീൻ ഹൗസ് എന്നൊരു കമ്പനിയും ആ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. എല്ലാവർക്കും എൻ്റെ സൈഡിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് പോസിറ്റീവ് സൈഡ് മാത്രം കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടിയിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ, അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുന്ന എൻ്റെ ചിന്തയിലുള്ള പോസിറ്റിവിറ്റി ആയിരുന്നു ഞാൻ ഷെയർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇനി ആ ഒരു പോസിറ്റീവ് രീതിയിൽ മാത്രം തന്തയില്ലായ്മകൾക്ക് റിപ്ലൈ ചെയ്യുന്ന പരിപാടി നിർത്തുവാണെന്നാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞിടയ്ക്ക് എൻ്റെ വൈഫ്, എൻ്റെ ഭാര്യ, എൻ്റെ രശ്മി ആൻറ്റിക്ക് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേടാ, ഈ ഒരു വീഡിയോ കണ്ട ഇത് നമ്മളെക്കുറിച്ച് ഭയങ്കര മോശം രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട്, നമ്മളെ അത്രയും വൾഗറായിട്ടുള്ള രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ വന്നിട്ട് പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റണില്ലല്ലോടാന്ന് പറഞ്ഞ്, നമുക്ക് കേസ് കൊടുക്കണേ കേസ് കൊടുത്ത് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വേറൊന്നും അല്ലടി, കുത്തുകൊണ്ട് ചാവാൻ കിടന്ന്, അതിന് പോലും ഇത്രയും കാലമായിട്ട് തീരുമാനമൊന്നും ആയിട്ടില്ല. അവിടെയും ഞാൻ സാറേ എൻ്റെ കേസ് എന്താ അന്വേഷിക്കാത്തതെന്ന് ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എൻ്റെ കുത്തിന് പിടിച്ചിട്ട് വാക്കിക്കോട്ടൊക്കെ അടിക്കാനാ വന്നേടാ മൈര, നിന്നെ ഞാൻ പെടുത്താനാ നോക്കിയത്. SP ഡിക്കയിലൊക്കെ നീ കംപ്ലൈൻറ്റ് കൊടുത്തല്ലോ, അതൊക്കെ ഞാൻ ഒതുക്കി തീർത്തേന്ന് അവിടുത്തെ SI എൻ്റെ പറഞ്ഞു. ഇപ്പോൾ അയാൾ അവിടുത്തെ SI ഒന്നുമല്ല, പക്ഷേ അയാളുടെ പേര് പറയാൻ എനിക്ക് പേടിയാണ്. കാരണം അയാളുടെ ഒരു കയ്യെന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയൊരു കാലിൻ്റെ അത്ര ഉണ്ട്. അത്രയും വലിയ ഭീമാകാരൻ്റെ കയ്യിലൊക്കെ ഞാൻ എന്തുണ്ടാക്കാനാണ്? എൻ്റെ അമ്മയെ അനിയത്തെ സംരക്ഷിക്കാനായിട്ട് ചേർത്ത് നിന്നപ്പോഴത്തേക്കും എനിക്ക് കിട്ടിയതാണ് ആ ഒരു കുത്ത്. അപ്പോൾ അങ്ങനെ ആശുപത്രിയിൽ പോയിട്ട് അവിടെയും ഞാൻ ക്രിമിനലാണ്, അതായത് കുത്തു കൊണ്ടവനും ക്രിമിനലാണല്ലോ. ആ രീതിയിലാണ് എനിക്ക് ഡോക്ടേഴ്സൊക്കെ പ്രതികരിച്ചത്, അല്ലെങ്കിൽ പെരുമാറിയത്. കുത്തിനകത്ത് ആ ഒരു ഊട്ടയ്ക്കകത്തിട്ടൊക്കെ ഇവർ കയ്യൊക്കെ ഇട്ടും പേനയൊക്കെ ഇട്ടും ഒക്കെ ആയിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. അതൊക്കെ എന്തിനാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായി. ഞാനങ്ങനെ കള്ളോ കഞ്ചാവോ ഒന്നുമല്ല, ഞാൻ മറ്റേ ഹാലൂസിനേഷൻ ചെയ്തൊന്നുമല്ല, പച്ചയ്ക്ക് ഞാൻ അനുഭവിച്ച കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടും ഇന്നും നീതിന്യായം ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞെടി, ഇതിൻ്റെയൊക്കെ പുറത്ത് പോയി കഴിഞ്ഞാലൊന്നും നമുക്കൊന്നും കിട്ടാനില്ല. കാരണം ഒന്നെങ്കിൽ നമ്മൾ സെലിബ്രിറ്റീസ് ആയിരിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് കുറേ ആൾക്കാർ കൂടെ വേണം, ഇല്ലെങ്കിൽ കുറേ ഹോൾഡ് നമുക്ക് വേണം. ഇത് ഒന്നും നമ്മുടെ ഇല്ല. പിന്നെ ഒരു കാര്യമില്ല, നമുക്ക് ഇപ്പം തൽക്കാലം മിണ്ടാണ്ടിരിക്കാം. നീ ഈ ക്ണാപ്പന്മാരുടെ വീഡിയോ ഒന്നും കാണാൻ നിൽക്കരുത്, ഈ ഉപദ്രവം ഒന്നും കാണാൻ നിൽക്കേണ്ട, നമുക്ക് നമ്മുടേതായ രീതി പോകാമെന്നേ അവൾക്ക് ഞാൻ പറയുള്ളൂ. ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് എന്നോട് സത്യം പറഞ്ഞാൽ നല്ല ദേഷ്യമുണ്ട്. കാരണം എൻ്റെ ഫാമിലി ഉപദ്രവിക്കാൻ വന്നവനെയൊക്കെ ഞാൻ വെറുതെ വിടുകയാണ് ചെയ്തത്. പക്ഷേ ആ പരിപാടി നിർത്തി എന്നുള്ള കൺസെപ്റ്റിലാണ് കഴിഞ്ഞിടയ്ക്ക് ഞാൻ വീഡിയോ ഇട്ടത്.
മറ്റേ ആ സോളോ വൈനറിൻ്റെ കേസിൽ. പക്ഷെ അത് ഞാൻ ഭയങ്കര മര്യാദ, എൻ്റെ മാക്സിമം മര്യാദ എന്ന രീതിയിലാണ് ഇട്ടത്. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട്. കാരണമൊക്കെ നമ്മളെയാണ് ഇവനൊക്കെ ഉപദ്രവിച്ചതെന്നുണ്ടെങ്കിലും നമ്മളാണ് വിക്റ്റിമായെന്നുണ്ടെങ്കിലും ഇപ്പൊക്കെ വിക്റ്റിം കളിക്കുന്നത് ആ മൈരന്മാരൊക്കെയാണ്. എന്നിട്ട് ഭയങ്കര കരച്ചിലും പിഴിച്ചിലും ഒക്കെയാണ്. എന്നിട്ട് ഇവനൊക്കെ വേണ്ടിയിട്ട് ഇവൻ്റെ നാട്ടിലുള്ള തന്തമാർ മുഴുവനും, അതായത് പാൽക്കുപ്പി മാണങ്ങൾ മുഴുവനും എൻ്റെ കമൻറ്റ് ബോക്സിലോ എൻ്റെ മെസ്സേജിലോ ഒക്കെ വന്നിട്ട് തന്തയില്ലായ്മകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ശുദ്ധ തെറികൾ എഴുതി വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവന്മാർക്ക് ടക്കമുള്ള മറുപടിയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഇനിയുള്ള വീഡിയോസും ഇങ്ങനെ തന്നെ ആയിരിക്കും. അല്ലാണ്ട് ഞാൻ മറ്റേ മര്യാദരാമൻ കളി നിർത്തി, അത് ആ നന്മ കളി എനിക്കിനി വേണ്ട. അത്രയും നീയൊക്കെ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്, അത്രയും ഈ സമൂഹത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. സമൂഹത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള നന്മകൾക്കും ഞാൻ ഇട്ടിട്ടുള്ള എഫേർട്ടിനും ഒക്കെ ഉള്ള നന്ദി അതെനിക്ക് നല്ല തന്തയില്ലാത്ത രീതിയിലാണ് കിട്ടിയത്. അതായത് കഴിഞ്ഞ ദിവസം എനിക്ക് അവനൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതായത് ഇത് ഈ ചെറുക്കൻ സോളോ വൈനർ അദ്വൈത് എന്നും പറഞ്ഞുകൊണ്ടുള്ള ഒരുത്തൻ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അവൻ പറഞ്ഞ കാര്യം ഇതാണ്: ഞാൻ നിൻ്റെ വീട്ടുകാരെ പറ്റി മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, ബട്ട് യു ഡിഡ്. അതായത് ഞാൻ ചെയ്ത വീഡിയോ, കൺസെപ്റ്റ്, ഐഡിയ അതിനെയൊക്കെ നിനക്ക് റിയാക്ട് ചെയ്യാം, ക്രിറ്റിസൈസ് ചെയ്യാം. പക്ഷേ എൻ്റെ വീട്ടിലുള്ളവരെ പറയേണ്ട ആവശ്യമില്ല. ഞാൻ എപ്പോഴാണ് മൈര നിൻ്റെ തന്തയോ തള്ളയോ അനാവശ്യം പറഞ്ഞത്? അനാവശ്യമായിട്ടുള്ള രീതിയിൽ നീ കാണിച്ച പോലെ മറ്റേ ഊട്ടയ്ക്കകത്തിട്ട് തൊലിക്കുന്ന പരിപാടി കാണിച്ചത് ഞാൻ നിൻ്റെ അച്ഛൻ്റെക്കലോ അമ്മയുടെക്കലോ അങ്ങനെ കാണിച്ച അച്ഛൻ അമ്മയെ നിൻ്റെ മക്കൾ ചെയ്ത് ഇങ്ങനെയാണ്, നീയൊക്കെ ഇത് കണ്ടോ എന്ന് പറഞ്ഞ് കാണിച്ചാൽ, അല്ലെങ്കിൽ നിൻ്റെ തന്തയോ തള്ളയോ എന്തെങ്കിലും അനാവശ്യമായിട്ടുള്ള പേരുകൾ വിളിച്ചോ? എനിക്കിതൊക്കെ ചെയ്യാം. കാരണം നീ ഉപദ്രവിച്ചത് എന്നെ മാത്രമല്ല, എൻ്റെ കമ്പനിയാണ്, എൻ്റെ ഫാമിലി ലൈഫിനെയാണ്, എൻ്റെ മെൻ്റൽ പീസിനെയാണ്. സത്യം പറഞ്ഞാൽ ജീവിതം മടുത്തു പോകുന്ന രീതിയിൽ നമ്മൾ എല്ലാ സൈഡിൽ നിന്ന്, നീ ഒറ്റൊരുത്തനെന്നല്ല എല്ലാവരും കൂടെ ഉണ്ടാക്കലിൽ പെട്ടുപോയായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നീ കാണിച്ച വൾഗാരിസം, ആ ഒരു വൃത്തികെട്ട തന്തയില്ലാത്ത ജ്യേഷ്ഠ, അത് ശരിക്കും എനിക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് എൻ്റെ വൈഫിന് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത്. അത് ഞാൻ പ്രതികരിച്ചത് എന്തുവാ? നീ കാണിച്ച ആക്ടിവിറ്റി, അത് നിൻ്റെ അച്ഛനോ അമ്മയോ നിനക്ക് അവരുണ്ടെങ്കിൽ അവർ കൊച്ചിലോട്ട് നിന്നെ പഠിപ്പിച്ചു തന്ന കാര്യമാണെന്നാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അതിന് നീ എന്തോ പറഞ്ഞ? ഞാൻ നിൻ്റെ അച്ഛനെയും അമ്മയും എന്തോ പറഞ്ഞെന്ന് നിൻ്റെ അച്ഛനും അമ്മയാണോ നീ കാണിച്ച പ്രവൃത്തി പഠിപ്പിച്ചതെന്ന് ചോദിച്ചു. ഞാൻ ഈ സമൂഹത്തിൽ ചൂണ്ടിക്കാട്ടുന്ന പ്രോബ്ലംസിനൊക്കെ അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾക്കൊക്കെ സൊല്യൂഷൻ ഉണ്ടാക്കണമെങ്കിൽ നീ എന്താണ്ട് പുതിയ ഗവൺമെൻറ്റിനെ ഉണ്ടാക്കി തരുമെന്ന് അങ്ങോട്ടൊക്കെ പറഞ്ഞില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു മോനും മോൻ്റെ തന്തയും കൂടെ ഒരു ഗവൺമെൻറ്റിനെ ഉണ്ടാക്കിക്കൊണ്ട് പോവാ, എന്നിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഞാൻ എന്ത് കാര്യമാണ് ചൂണ്ടിക്കാട്ടുന്നത് എന്നുള്ളത് ബോധപൂർവം ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അല്ല അതിനൊക്കെ ഈ തന്തയില്ലാത്ത കൊണയടി പറയുമ്പോൾ ഒരു സാധാരണക്കാരൻ എന്ന നിലയിൽ, ഒരു ബുള്ളിങ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിക്ടിം എന്ന നിലയിൽ ഞാൻ എന്നെ മൈര പ്രതികരിക്കേണ്ടത്? ഞാൻ നിൻ്റെക്കയിലൊക്കെ വീട്ടിൽ വന്നിട്ട് കെട്ടിപ്പിടിച്ച് മുത്തം തരണം, അല്ലേ എടാ എന്നെ കുറെ കൂടെ തന്തയിലേമ പറ, കുറെ കൂടെ മറ്റേത് പറഞ്ഞ് എന്നെ റീച്ചാക്കാൻ പറയണം. എടാ റീച്ചൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് നല്ലോണം അറിയാം. ഇത്രയും കാലം സ്വന്തമായിട്ട് റീച്ച് ഉണ്ടായിക്കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഈ ഫീൽഡിൽ വന്നിട്ട് കുറച്ചധികം വർഷങ്ങളായി. സ്വന്തം കമ്പനിയുണ്ട്, സ്വന്തമായിട്ടുള്ളൊരു പേജുണ്ട്, ഒരു ബ്രാൻഡ് നെയിമുണ്ട്. ഇതിൽ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കി തന്നെയല്ല, നീയൊന്നും എനിക്ക് ഒന്നും ഉണ്ടാക്കി തന്നല്ല. അതുകൊണ്ട് നീയൊക്കെ ട്രോൾ ചെയ്യാൻ മാത്രമേ ഞാൻ രക്ഷപ്പെടുള്ളൂ എന്നുള്ള പറയുന്ന ആ ഒരു മറ്റേ പറച്ചിൽ നിൻ്റെ തന്തയെടുക്കലും തള്ളയെടുക്കലും ചെന്ന് പറ എന്ന് തന്നെ എനിക്കിപ്പോൾ വ്യക്തമായിട്ട് തന്നെ പറയാൻ പറ്റും, അന്തസ്സായിട്ട് പറയാൻ പറ്റും. ഞാൻ നിൻ്റെ തന്തയെടുക്കലും തള്ളയെടുക്കലും നീ കാണിക്കുന്ന പ്രവൃത്തി ചെയ്തോ, അല്ലാതെ മറ്റുള്ളവൻ്റെക്ക് വരാൻ മറ്റുള്ളവൻ നിൻ്റെ തന്തയല്ല എന്നാണ് പറയുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. കൊച്ചിലോട്ട് വീട്ടുകാർ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ കള്ളക്കുണ്ണുകളൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് കാണിക്കുന്നത്. എന്നിട്ട് ആ കാര്യങ്ങളെ തിരിച്ച് ആൾക്കാർ പ്രതികരിക്കുമ്പോൾ തിരിച്ചിടാൻ നിൻ്റെ തന്തയോ തള്ളയോ കാണിച്ചു തന്ന പ്രവൃത്തികളാണോ, പറഞ്ഞു തന്ന കാര്യങ്ങളാണോ എന്ന് ചോദിക്കുമ്പോൾ എന്തിനാ ഇത്രയും കരയണ ഇത്രയും ബുദ്ധിമുട്ടുള്ളവനാണെങ്കിൽ ആദ്യം ഫസ്റ്റ് എൻഡിക്കയിൽ ഉണ്ടാക്കാൻ വരരുതായിരുന്നു. എൻഡിക്ക ഉണ്ടാക്കാൻ വന്നിട്ട് തിരിച്ച് ഞാൻ പ്രതികരിച്ചപ്പോൾ ഇരുന്ന് മോങ്ങിയിട്ടോ കരഞ്ഞിട്ടോ വിക്ടിം കാർഡ് കളിച്ചിട്ടോ എന്ത് കാര്യം? തൻ്റെ ഇടം ഉണ്ടെങ്കിൽ കുറച്ച് മാന്യമായ രീതിയിലൊക്കെ പ്രതികരിച്ച് പോവുക. അല്ലാത്ത പക്ഷം ഒരു സോറി പറഞ്ഞിട്ട് കണ്ട വഴി ഓടുക. ഇതൊന്നും അല്ലാതെ ഇരുന്ന് കരഞ്ഞിട്ടോ നിൻ്റെ തന്തമാര നിങ്ങളെല്ലാവരും പോയി മെസ്സേജ് അയക്കുമെന്നും പറഞ്ഞിട്ടോ അല്ലെ എല്ലാവരും പോയി ഈ കമൻ്റ് എടുക്കുമെന്ന് പറഞ്ഞിട്ടോ നിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പുകളിലോ വാട്സാപ്പ് ഗ്രൂപ്പുകളിലോ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് എന്ത് കാര്യയുടെ? പിന്നെ അത് അവൻ മെസ്സേജ് ഇട്ട് ഞാനല്ല കണ്ടത്, എൻ്റെ വൈഫാണ് കണ്ടത്. അവൾ എനിക്ക് പറഞ്ഞിട്ട് അതേ മെസ്സേജ് വന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തായാലും റിപ്ലൈ കൊടുക്കാനായിട്ട് പോകുമായിരുന്നു. എടാ നിൻ്റെ തന്തയോ തള്ളയോ ഞാൻ എന്നാ മൈര പറഞ്ഞത് എന്ന് നീ തന്നെ പറയുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മെസ്സേജ് അയക്കാൻ പോയപ്പോഴാണ് അവനത് ഡിലീറ്റ് ആക്കി ഓടി. ഇത്രയും മെസ്സേജ് അയച്ചിട്ട് ഇവന് മെസ്സേജ് ഡിലീറ്റ് ആക്കി ഓടി. എന്നിട്ട് അവൻ പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റോറി ഇടാനാണ്. 2 സ്റ്റോറി വന്നു. ഐ സോ എ വീഡിയോ ഫ്രം ദാറ്റ് പച്ച വീട്ടിൽ ഗൈ. വീട്ടിൽ ഇതല്ല കേട്ടോ സ്പെല്ലിങ്, VEE ആണ്. വീട്ടിലല്ല വീട്ടിൽ, ഇംഗ്ലീഷ് പോലും അറിയത്തില്ല. ഐ സോ എ വീഡിയോ ഫ്രം ദാറ്റ് പച്ച വീട്ടിൽ ഗൈ ഐ ആം ഇഗ്നോറിങ് ദാറ്റ് ഷിറ്റ്. എന്നേലും നേരിട്ട് കണ്ടാൽ വീട്ടുകാരെ പറഞ്ഞതിനുള്ളത് ഞാൻ തീരുമാനമാക്കിക്കോളാം. ഞാൻ പറഞ്ഞല്ലോ നിൻ്റെ വീട്ടുകാരെ ഞാൻ എന്നാ പറഞ്ഞത്? ഞാൻ വീട്ടുകാരെ എന്തെങ്കിലും മറ്റേ രീതിയിൽ പറയുകയോ മറ്റേ പേരുകൾ വിളിക്കുകയോ അല്ലെങ്കിൽ നീ കാണിച്ച പോലെ വൾഗറായിട്ടുള്ള അശ്ലീലമായിട്ടുള്ള സ്ത്രീകളുടെ കയ്യിൽ അതിശയമായിട്ടുള്ള ചേഷ്ടകൾ കാണിക്കുകയോ ചെയ്തോ? പിന്നെ എന്തുകൂടെ ഈ കിടന്ന് കരയണേ? എന്തുവാണ് ഇനിയിപ്പം നിനക്ക് ഇതൊന്നും ഞാൻ പറയണം മനസ്സിലാവുന്നില്ല, നിനക്ക് ഇനിയും പറ്റണില്ല, ബുദ്ധിമുട്ടാണ്, നിൻ്റെ വീട്ടുകാരിരുന്ന് കരയുവാണ്,
നീ പറ നിന്റെ വീടിൻ്റെ അഡ്രസ്സൊക്കെ എനിക്ക് മെസ്സേജ് അയച്ച് പേഴ്സണൽ മെസ്സേജ് അയച്ച് പറ. എൻ്റെ വീട്ടിൽ വന്ന് ആരെയും അസോൾട്ട് ചെയ്യാനല്ല പോണത്. ഞാൻ വന്ന് എൻ്റെ വൈഫുമായിട്ട് വന്ന് നിൻ്റെ അച്ഛൻ്റെ അടുക്കലും അമ്മയുടെ അടുക്കലും കൂടെ ഒരു ചോദ്യം ചോദിക്കാം. അമ്മേ അച്ഛോ, ഈ കാണിച്ച പരിപാടി, ഈ നേരത്തെ നീ കാണിച്ചെന്ന് പറഞ്ഞല്ലോ അശ്ലീലമായിട്ടുള്ള ആംഗ്യം, അതിൻ്റെ അർത്ഥം എന്താണ്? കൊച്ചിലോട്ട് ഡെമോയൊക്കെ ചെയ്ത് പഠിപ്പിച്ചത് നിങ്ങളാണോ? ആണെങ്കിൽ ഇങ്ങനെയൊക്കെയാണോ സോഷ്യൽ മീഡിയയിൽ വന്ന് ലോകത്തോട് പറയേണ്ടത്? അത് ഒരു കുടുംബത്തെ പറ്റി മോശമായിട്ട് ഇത്രയൊക്കെ വൃത്തിയായിട്ട് രീതിയിലൊക്കെ ഓരോ ചേഷ്ടയെ കാണിച്ച് ഉപദ്രവിക്കാനായിട്ട് ഹരാസ് ചെയ്യാനായിട്ട് നിങ്ങൾ ആണോ പഠിപ്പിച്ചു കൊടുത്തേക്കുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചിട്ട് കാല് പിടിച്ച് ക്ഷമ ചോദിച്ചിട്ട് വരാം. പിന്നെ നിന്റെക്ക് ക്ഷമ ചോദിക്കേണ്ട കാര്യം എനിക്കില്ല. അത് നിന്റെക്ക് ഞാൻ ഒരു രീതിയിലും അങ്ങോട്ട് വന്ന് ഉപദ്രവം ചെയ്തിട്ടില്ല. ഇനി നിനക്ക് നേരിട്ട് കണ്ടേ തീർക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ നീ പറയുന്ന സമയത്ത് പറയുന്ന സ്ഥലത്ത് ഞാൻ എത്തിയിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നീ ആലപ്പുഴ വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വരുന്ന സമയവും സ്ഥലവും നീ തന്നെ നിശ്ചയിച്ച് തീരുമാനിച്ച് പറഞ്ഞാൽ മതി, ഞാൻ അവിടെ എത്തിക്കോളാം. ചുമ്മാ സോഷ്യൽ മീഡിയയിലിരുന്ന് ഒരു മുറിയിലിരുന്ന് കൊണയടിക്കാൻ മാത്രമല്ല പറയുന്ന ചെയ്ത് കാണിക്കാൻ ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ യു നെയിം ദ പ്ലേസ് ആൻഡ് ഐ വിൽ ബി ദെയർ. എന്റെക്കലാണ് നീ ഉപദ്രവിച്ചിരുന്നത് ഞാൻ കുറേയൊക്കെ ഒതുങ്ങിയനടാ. പക്ഷെ എൻ്റെ വീട്ടിലെ സ്ത്രീകളെ വരെ ഉപദ്രവിക്കാൻ വന്നതിന് ഞാൻ പ്രതികരിക്കേണ്ട രീതിയിലല്ല പ്രതികരിച്ചത്. അതിപ്പോഴും വ്യക്തമായിട്ട് ഞാൻ പറയുവാണ്, എൻ്റെ മാക്സിമം രീതിയിലല്ല ഞാൻ പ്രതികരിച്ചിട്ടുള്ളത്. പിന്നെ എത്രയൊക്കെ മറ്റേത് പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ പ്രശ്നക്കാരനാണ്, പ്രശ്നേഷാണ്, നീയൊക്കെ വിളിക്കുന്ന കൊണയടിയാണ്. അല്ലാതെ ഞാൻ എത്ര നല്ല ഇതെന്ന് പറഞ്ഞാലും എത്ര മാന്യമായ രീതിയിൽ പ്രതികരിച്ചെന്ന് പറഞ്ഞാലും എനിക്ക് വേറെ വിലയൊന്നും കിട്ടാൻ പോകുള്ള എന്നെ നല്ലവനായിട്ട് ആരും കാണാൻ പോകുള്ള എന്ന് അറിയാവുന്നതുകൊണ്ടാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റിങ്ക്റ്റ് പുറത്തെടുക്കാം എന്ന് വിചാരിച്ചത്. അതിനകത്ത് ഞാൻ പറയുവാണ്, ഞാൻ ക്രിമിനൽ ആക്ടിവിറ്റി കാണിച്ചുകൊണ്ടോ ഒരാളുടെ വീട്ടിൽ കയറി നിയമലംഘനങ്ങളോ അല്ലെങ്കിൽ മനുഷ്യാവകാശ ലംഘനങ്ങളോ കാണിച്ചുകൊണ്ടല്ല ഒരു വീഡിയോയും ചെയ്യുന്നത്. ഇപ്പോഴും ഈ വീഡിയോ ചെയ്യുന്നത് എൻ്റെ കുറേയൊക്കെ ഞാൻ ഒതുക്കി വെച്ചിട്ടാണ്. കാരണം അത്രയൊക്കെ ഇവനൊക്കെ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നിട്ട് ആ സ്റ്റോറിയുടെ അടുത്തവനോ സ്റ്റോറി ഇട്ട് ആൻഡ് ഇവനൊക്കെ കട്ട് ചെയ്തിടുന്ന വീഡിയോസ് ടോട്ടലി ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് പോകും. കട്ട് ചെയ്തിടുന്ന വീഡിയോസ്, അതായത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് പോകും. സോ വാച്ച് ദ ഫുൾ വീഡിയോ ആൻഡ് ദെൻ ഗീവ് യുവർ വാല്യുബിൾ ഒപ്പീനിയൻ. ഒരു പൊടിക്കെങ്കിലും ഉളുപ്പ് വേണ്ടടാ. നീ പറയുന്ന കാര്യം ചെയ്യുന്ന കാര്യവും ഏതൊക്കെ അറ്റത്താണ് കിടക്കുന്നത്. നീ എൻ്റെ വീഡിയോ എടുത്തിട്ട് അതിനകത്ത് ചില സാധനങ്ങൾ കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ മറ്റേ രീതിയിൽ വളച്ചൊടിച്ചിട്ട് നീ പറഞ്ഞല്ലോ കോമഡി കൊണയ്ക്കുകയാണെന്ന്. കോമഡി കൊണ എടാ, നീ എന്നെ ഉപദ്രവിക്കുകയാണ് ചെയ്തത്, നീ എൻ്റെ കമ്പനി എൻ്റെ ഫാമിലി ഉപദ്രവിക്കുകയാണ് ചെയ്തത്. ഹറാസ്മെന്റ്, സൈബർ ബുള്ളിങ്, ഇതൊക്കെ ചെയ്തിട്ട് നീ ഇവിടെ നിന്ന് കൊണയ്ക്കുവാണ്. ഞാൻ ഇട്ടേക്കുന്ന വീഡിയോ, അതായത് നീ എന്നെ കുണച്ചിട്ടേക്കുന്ന വീഡിയോയ്ക്ക് ഞാൻ തന്ന റിപ്ലൈസ് കട്ട് ചെയ്താണ് വീഴുന്നതെന്ന്. അത് ഫുൾ വീഡിയോ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഫുൾ വീഡിയോ കണ്ടോ നീ പറഞ്ഞ നല്ല കാര്യം. കാരണം എൻ്റെ ഗ്രീൻ ഹൗസ് ക്ലീനിങ് സർവീസ് എന്ന മെയിൻ പേജിലല്ല ഞാൻ റിപ്ലൈ വീഡിയോ ചെയ്തേക്കുന്നത്, റിയാക്ഷൻസ് ആൻഡ് റിവ്യൂസ്, ഗ്രീൻ ഹൗസ് റിയാക്ഷൻസ് ആൻഡ് റിവ്യൂസ് എന്ന പേജിലാണ്. അത് നീ ഫുള്ള് കാണാൻ പറയുന്നത് നല്ല കാര്യം തന്നെ. പക്ഷേ ഈ പറയുന്ന പോയിന്റ് ഉണ്ടല്ലോ, അതായത് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് പോകുന്നുള്ളത്, അത് ആദ്യം നീ നിന്റെ വീഡിയോയിൽ അന്തസ്സായിട്ട് കാണിക്കണം. അല്ലാണ്ട് മറ്റു രീതിയിൽ കാണിച്ചിട്ട് നീ പറയുന്ന വേറെ ആകുമ്പോഴത്തേക്കും ഒറ്റ കാര്യം മനസ്സിലാവുന്നുണ്ട്, നിന്റെ സ്വഭാവത്തിൽ വിക്ടിം കാർഡ് കളിയും മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോമാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ പറഞ്ഞ പോയിന്റിന് കറക്റ്റ് എക്സാമ്പിൾ ഞാൻ കാണിച്ചത്, ഒരു മുറിക്കകത്തിരുന്ന് നാട്ടിലുള്ള എല്ലാവരെ കുറിച്ചും കൊണയടിക്കാനും അന്തസ്സായിട്ട് പണിയെടുക്കുകയും സ്വസ്ഥമായിട്ട് കുടുംബം നോക്കി ജീവിക്കുകയും ചെയ്യുന്ന ആൾക്കാരെ ഉപദ്രവിക്കാനും ഹരാസ് ചെയ്യാനായിട്ടൊക്കെ പോണ ഇവൻ്റെ ഈ പറയുന്ന മൾട്ടിപ്പിൾ ഡാഡിയുടെ ആക്ടിവിറ്റീസ് ഞാൻ കാണിച്ചത്. അതായത് ഇവൻ പറഞ്ഞല്ലോ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് പോകും, കട്ട് ചെയ്ത് അവനവൻ്റെ സൗകര്യത്തിന് എടുത്താലെന്നുള്ളത്. അതെന്താ ഇവനിത് ആ ഒരു കാര്യം പാലിക്കാണ്ട് മറ്റുള്ളവൻ്റെ മാത്രം കുണയ്ക്കുന്നതെന്നുള്ളത് നമുക്ക് തന്നെ ചോദിക്കാം. കൊറോണയൊക്കെ ഒന്ന് അനൗൺസ് ആയി സാനിറ്റൈസറൊക്കെ ഇവിടെ സുലഭമായിട്ട് കിട്ടുന്ന തുടങ്ങുന്നതിനൊക്കെ മുന്നേ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസവും ഫുഡ് ഡെലിവറിക്കൊക്കെ പോയിട്ട് വരുമ്പോഴത്തേക്കും ഇച്ചിരി ലിക്വിഡ് എടുക്കും. ലിക്വിഡ് ഏതായാലും എടുത്തിട്ട് സീരിയസ് ആയിട്ടാ വെള്ളമായിട്ട് കലർത്തിയിട്ട് മൊത്തത്തിലൊന്ന് പതപ്പിക്കുക. ഇത് സീരിയസ് ആയിട്ടാണോ ചെയ്യുന്നേ? അങ്ങനെ നൈസായിട്ട് ഫോൺ പതപ്പിച്ചു. എടാ, പതപ്പിച്ച് എണ്ണ തേപ്പിച്ച് ഊഹിപ്പിച്ച് ഡൈപ്പർ വിട്ട് കിടത്താൻ അത് കുഞ്ഞല്ലത്, ഫോണാ. ഇച്ചിരി അഴുക്ക് പറ്റിയ ഫോൺ തുറച്ച് മാറ്റി വെക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഫോണ് തേച്ച് കഴുകി സോപ്പിട്ട് കഴുകി ഡൈപ്പർ വിട്ട് പൗഡർ വിട്ട് കിടത്താൻ. ഈ കാട്ടുകുണ്ണയോടൊക്കെ എന്തോ പറയാനാണ്. ഫുഡ് ഡെലിവറിക്ക് കൊറോണ സമയത്ത് പോണ സമയത്ത് ഫുഡ് ഡെലിവറി കഴിഞ്ഞ് വരുന്നവരുത്തം ചെയ്യുന്ന കാര്യമാണ് കാണിച്ചു തന്നത്. അല്ലാണ്ട് അഴുക്ക് പറ്റിയനോ ചെളി പറ്റിയനോ കാണിച്ചല്ലടോ നീയൊക്കെ കണ്ടത്. അങ്ങനെ ഞാൻ ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത് ഞാൻ തീരുമാനിച്ചോളാം. സമൂഹത്തിലോട് ഞാൻ എന്താണ് ഷെയർ ചെയ്തതെന്നുള്ളത് പ്രോപ്പറായിട്ട് ആ ഒരു വീഡിയോയ്ക്കകത്തുണ്ട്. അപ്പോൾ അതിനെ അവൻ ആവശ്യമുള്ള രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കുഞ്ഞു കുഞ്ഞു പോർഷൻസ് ആക്കിയിട്ട് അവനുള്ള കൊണേടിയൊക്കെ അടിച്ചിട്ട് ഈ കാണിക്കുന്നതിനെ പിന്നെ എന്തോ പറയണ്ട, ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് കൊണ്ടുപോകുന്ന ഈ പരിപാടിയെ തന്തയിലായ്മയെന്ന് മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം എന്നൊക്കെ അല്ലാണ്ട് എന്തോ പറയാൻ പറ്റും. കുറച്ചൊക്കെ പറയുന്ന പരിപാടികളും ചെയ്യുന്ന പരിപാടികളൊക്കെ ഒരു ഇച്ചിരിയെങ്കിലുമൊക്കെ ഒന്ന് സിംഗിൾ കൊണ്ടുപോടേ. അല്ലാണ്ട് മറ്റുള്ളവനെ ഊമ്പിക്കാനായിട്ട് മറ്റുള്ളവൻ്റെ കണ്ടന്റ് എടുത്തിട്ട് ഊമ്പാനായിട്ട് മറ്റേ പരിപാടി കാണിക്കുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ച് പറഞ്ഞു പോകും, പ്രതികരിച്ചു പോകും. അറ്റ്ലീസ്റ്റ് വിക്ടിം ആവപ്പെടുന്നവന് അവൻ്റെതായ രീതിയിൽ പ്രതികരിക്കാൻ പറ്റൂലേ. നീ കാണിച്ച പോലെ തന്തയില്ലാത്ത പരിപാടികളൊന്നും കാണിച്ചിട്ടില്ല. നീ എന്നെ ഊമ്പാനായിട്ട് എൻ്റെ കുറച്ച് വീഡിയോയുടെ പോർഷൻസ് കട്ട് ചെയ്തിട്ട് ഊമ്പിക്കുന്ന പരിപാടിക്ക് നീ പറഞ്ഞ കൊണക്കി ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞു. എൻ്റെ ഡിഫെൻസീവ് ഷീൽഡ് തീർത്തു.
അതാണ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഇട്ടത്. എനിക്ക് റിപ്ലൈ പറയാനുള്ള വീഡിയോ, എൻ്റെ റിപ്ലൈസ് എൻ്റെ ഫേസ്ബുക്കിൽ ലോങ് ആയിട്ടായിക്കോട്ടെ, യൂട്യൂബിൽ ലോങ് ആയിട്ടായിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ആയിട്ടായിക്കോട്ടെ ഇടുന്നതിന് നിനക്ക് എന്താ ഇത്ര കൊള്ളാനായിട്ട്? എൻ്റെ പേജിൽ ഞാൻ റിപ്ലൈ മറുപടി പറഞ്ഞപ്പം അത് മില്യൺസ് ഓഫ് ആൾക്കാർ കണ്ടു, ആൾക്കാർ അത് കൊണ്ടുപോയി നല്ല ഷെയർ ലൈക്കൊക്കെ വന്നു. അപ്പം കിടന്ന് കരഞ്ഞിട്ടോ അവൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു ഗായ്സ് എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ കുട്ടി തന്തമാരെ പറഞ്ഞു വിട്ടിട്ടോ ഒന്നും ഒരു കാര്യമില്ല. പ്രശ്നത്തിനിടെ കുറച്ച് ജീവിതമാണ്. അബദ്ധവശാൽ പുള്ളിക്കാരുടെ കയ്യിൽ ഒരു ഫോണും കൂടെ എത്തിപ്പെട്ടു, അതങ്ങ് ഡോക്യുമെന്റ് ചെയ്തോളൂ. അബദ്ധവശാലല്ല, പണിയെടുത്ത് പൈസ ഉണ്ടാക്കിയിട്ടാണ് ഞാൻ എൻ്റെ ഐഫോൺ മേടിച്ചത്. ഐഫോൺ 13 256 GB, നല്ല വെള്ള കളർ. ബാക്കി എല്ലാവരും രാവിലെ എണീറ്റ് തോട്ടിയും കൊണ്ട് കുത്തിയിടുമായിരുന്നു. ബാക്കി എല്ലാവരും തോട്ടിയും കൊണ്ട് കുത്തിയിടുമായിരുന്നോ മണ്ണിന് കുഴിച്ചെടുക്കുമായിരുന്നോ എന്നുള്ളത് എൻ്റെ വിഷയമല്ലടാ. ഞാൻ അന്തസ്സായിട്ട് പണിയെടുത്ത് ഉണ്ടാക്കിയ സാധനത്തിനാണ് നീ അബദ്ധവശാൽ കിട്ടിയെന്ന് പറയുന്നത്. അബദ്ധവശാൽ കിട്ടുകയും കള്ളം പറഞ്ഞ് ഊമ്പുകയും ചെയ്യുന്നത് നിന്നെപ്പോലുള്ള തന്തയില്ലാത്തവന്മാരാണെന്നുള്ളതാണ് ഞാൻ പറയുന്ന പോയിട്ട്. അല്ലാണ്ട് അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കുന്ന, പണിയെടുത്ത് ഒരു സാധനം മേടിക്കുന്ന ഒരുത്തൻ്റെ ബുദ്ധിമുട്ടും അതിൻ്റെ ആ ഒരു പ്രൗഡ് ഫീലിംഗും ഒക്കെ നിനക്കൊന്നും മനസ്സിലാക്കാൻ പറ്റൂല എന്നേ ഞാൻ പറയുന്നുള്ളൂ. ഫോണിന്റെ കാര്യം ഞാൻ പറഞ്ഞത് നീ കഷ്ടപ്പെട്ട ഫോൺ മേടിച്ചിട്ടില്ല, നല്ലടാ ഒരു കോമഡി മനസ്സിലാക്കണം. കോമഡി കണ്ടവന്റെ ലൈഫിൽ കയറിയിട്ട് കൊണയടിച്ചിട്ട് അത് കോമഡിയാന്ന് പറയുന്നത് എന്ത് ശുദ്ധ തന്തയിലായ്മയാണോ? അതൊക്കെ നിനക്ക് കോമഡി ആയിരിക്കാം, പക്ഷെ നീയൊക്കെ ഈ ബുള്ളിങ് ചെയ്യുമ്പോൾ, സൈബർ അറ്റാക്ക് ചെയ്യുമ്പോൾ അത് അനുഭവിക്കുന്ന വിക്ടിം ആവുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ഫീൽ ആവുന്നത് എന്നുള്ളത് നീയാണോ തീരുമാനിക്കണേ? അത് ഫീൽ ആവുന്ന ഒരാൾ ഫീൽ ആവുന്ന രീതിയിൽ പറയുമ്പോൾ അതിനായിട്ട് കോമഡി വൽക്കരിച്ചിട്ട് മ്യൂസിക് ഇട്ടിട്ട് എൻ്റെ മുഖത്തിനെ കളിയാക്കിയിട്ട് ബോഡി ഷെയിം ചെയ്തിട്ട് നീ വിക്ടിമായിട്ട് നീ രക്ഷപ്പെടുമെന്നാണ് വിചാരിക്കുന്നത്. ഒരു നാൾ ഈ ലോകം നിന്നെ മനസ്സിലാക്കും. നീ എത്രത്തോളം തന്തയില്ലായ്മകളാണ് ചെയ്യുന്നതെന്നുള്ളത് ഒരു നാൾ മനസ്സിലാക്കും. അന്ന് എല്ലാ കാണിക്കുന്ന പരിപാടികൾക്കും നീ ഉത്തരം കൊടുക്കേണ്ടി വരും. ഫെയർ പോളിസി അനുസരിച്ച് കമൻട്രി പറയാനായിട്ട് ഒരാളുടെ കണ്ടന്റ് എടുത്തിട്ട് അതിനെ പ്രോപ്പർ രീതിയിൽ, നിയമപരമായ രീതിയിൽ നിന്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് പോസ്റ്റ് ചെയ്യുന്നതിനൊന്നും ആരും ഒന്നും പറയുന്നില്ല. പക്ഷേ ഒരാളെ ഉപദ്രവിക്കാനായിട്ട്, ഒരാളെ ആ ഒരു ട്രെൻഡിനനുസരിച്ചിട്ട് കുറച്ച് വ്യൂ കിട്ടാനും കുറച്ച് കാശ് മൂഞ്ചാനുമായിട്ട് ഒരാളെ സൈബർ ബുള്ളിങ് ചെയ്യാൻ പോകുമ്പോൾ കുറച്ചൊക്കെ അന്തസ്സ് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം വിക്ടിം ആവപ്പെടുന്നവനും അവൻ ചോദിക്കുമ്പോൾ നാട്ടുകാരും, അതായത് കാണുന്ന വ്യൂവേഴ്സും നിന്റെ തന്തയും തള്ളയും സ്മരിച്ചു പോയി കഴിഞ്ഞാലും അത് നീ ചെയ്യുന്ന ആക്ഷൻ്റെ കോൺസിക്വൻസ് ആയിട്ട് എടുക്കാനായിട്ട് പഠിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരാളെ മുഞ്ചാനായിട്ട് പോകാണ്ടിരിക്കുക.